ആടാ വരുവാടാ. ആണോ? അവിടെ പെട്ടെന്ന് വരുമോ പോയിട്ട് ആലപ്പുഴ നമുക്ക്? അതെന്താ? അവിടെ വീടിന്റെ അപ്പുറത്തൊരു ടീച്ചറുണ്ട്. അപ്പൊ അവരെ എന്റെ ATM കാർഡില്ലേ, ഡെബിറ്റ് കാർഡ് എക്സ്പയർ ആയിട്ട് അവരുടെ വന്നത്. വീട്ടിലാരും ഇല്ലായിരുന്നു. അപ്പൊ ഞാനത് വാങ്ങിക്കാൻ വേണ്ടി ചെന്നു. ഇപ്പൊ ആലപ്പുഴ ആലപ്പുഴയിലെ കുഞ്ഞമ്മടെ എന്തോ അവരുടെ ഏതൊരു ബന്ധുവീട്ടിൽ പോകണമെന്ന്. അപ്പൊ വരുമോന്ന് ചോദിച്ചെടുത്ത്. അപ്പൊ ഞാൻ പറയില്ല, ഞാൻ ഫ്രണ്ട് വീട്ടിൽ ആലപ്പുഴ പോകണം പറഞ്ഞ പെട്ടെന്ന് പോയിട്ട് വരുമോന്ന് ചോദിച്ചു. നീ മറ്റേ കാറുമായിട്ട് അവരോട് ചെല്ലാ. അതെ, അവരുടെ വണ്ടിയുണ്ട്. അവിടെ എടുക്കാൻ പുള്ളിക്ക് വയ്യ, കാല് വയ്യ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചൊന്ന് വരുമോന്ന് ചോദിച്ചു. ഓ നിന്നെ കൂടെ അത് കുഴപ്പമില്ല, വരാടാ പെട്ടെന്ന് വരാം. വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും ഇല്ല. അവർ ഇപ്പോൾ ഒരു അമ്മയുടെ വീട്ടിൽ പോയിരിക്കുക. രാവിലെ എന്നെ ജോബി വിളിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ജോബി വിളിച്ചായിരുന്നു രാവിലെ. അവൻ്റെ വീട്ടിലെ മിക്സി ഒന്ന് കൊണ്ട കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുക. പിന്നെ ആലപ്പുഴയിൽ പോയി എനിക്ക് ഗ്ലാസ് വാങ്ങിക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. ഇപ്പോൾ ലിബി അവിയലുണ്ടാക്കുന്നു. അപ്പോൾ അതിനുള്ളൊരു സാധനം വാങ്ങിക്കാനായിട്ട് രാവിലെ പോവുക. ജസ്ലിനും വരുന്നുണ്ട് കൂടെ. കടയിൽ വന്ന് ജസ്ലിനായിട്ട് ഈ അവിയലിൻ്റെ കഷ്ണം എടുത്ത് ഓക്കെ. ഇനി നേരെ ജോബിയുടെ അടുത്തോട്ട്. ജോബി വരുന്നുണ്ട്. ഹെൽമെറ്റ് ശരിയാക്കാൻ വന്നു. കണ്ണാടി വാങ്ങിച്ച് ജോബിക്ക് പിന്നെ പോകാൻ തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾ പോവാ. ലിബി അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയുക. ഞാൻ ജോബിനാക്കിയിട്ട് വന്നു. ജോബിക്ക് എമർജൻസി ആയതുകൊണ്ട് ആരെ വിളിക്കാനായിട്ട് പോകണമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ പോയി. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. നല്ല രസമാണല്ലോ കാണാൻ. മഞ്ഞപ്പൊടി ഇട്ടു, ഇച്ചിരി വെളിച്ചെണ്ണ. 1 മണിക്കൂർ മുമ്പ് 1 മണിക്കൂർ എന്നിട്ട് 5 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. നമുക്കിത് എല്ലാ സ്ഥലത്തും വെപ്പിക്കണം, മിക്സ് ചെയ്യണം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കുക. ഇത്തിരി വെള്ളം ഒഴിക്കണ്ട, ഇതിനകത്തൊന്ന് വെള്ളം ആവാൻ. ഇനി ഞാൻ തേങ്ങ അരയ്ക്കാൻ പോവുകയാണ്. സമയത്ത് 3:30. പിന്നെ ജോബിനെ കൂടെ ഞാൻ വരുക. ഇവനോട് ഞാൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ബാങ്ക് തുറക്കത്തില്ലെന്ന്. പോയി നോക്കാം. പിന്നെ പോയി നോക്കാനായിട്ട് പോവാ. ഓക്കെ, ജോബി പോയി നോക്കാൻ വേണ്ടിയിട്ട്. അതെന്താ പറയുക, അങ്ങനത്തെ ചെയ്യാൻ പറ്റും. പിന്നെ ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങളോട് എല്ലാം പറഞ്ഞു. ഇറക്കാണല്ലോ ഇത് ഇവിടെ. ഇതുവരെ മാറ്റം പറ്റിയിട്ടില്ല, കാരണം മെഷീൻ ഇപ്പോൾ വർക്ക് ആവുന്നില്ല. ഇതുണ്ടോ, ഇതിങ്ങനെ തന്നെ ഇരിക്കുക, വർക്ക് ആവുന്നില്ല മെഷീൻ. ഇപ്പൊ ജോബി ബാങ്കിലോട്ട് പോകും. ജോബി ഇപ്പൊ ബാങ്കിലോട്ട് പോയിട്ടുണ്ട്. ചെറുതായിട്ട് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. ജോബി ബാങ്കിലോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ അത് പറയാൻ വേണ്ടിട്ട്. കുറച്ചിപ്പോൾ ലൈറ്റ് കളിഞ്ഞായിരുന്നു. ഞാനാണെങ്കിൽ ഭയങ്കര ചൂടാ കൊടുത്തു. ഇതിനകത്ത് AC ഉണ്ട്.
സൗണ്ടൊക്കെ കേൾക്കും. ആ അതേ ഇത് കിട്ടി, ഓട്ടോമാറ്റിക്കായിട്ട് റെസിപ്റ്റ് വന്നു. എന്നിട്ട് ഇപ്പം അയ്യോ ടെമ്പററി ഔട്ട് ഓഫ് സർവീസായി. ആ ഇല്ല ആയല്ലോ. അയ്യോ യൂബിനെ വിളിക്കാം, ആക്ടിവിറ്റി ഓടുക. ശരിയാ. ഓക്കെ ഓക്കെ. ഇതിനകത്ത് ഇത് കണ്ടോ, ഈ ഇരിക്കുന്ന സാധനം ഇത് പിന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ലോബി ഓടി വരുന്നുണ്ട്. കയറി ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അത് അനൗൺസ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വിളിച്ച് പറയാം, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് നിങ്ങൾ ഇറങ്ങണമെന്ന് പറയും. അതുകൊണ്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. ഞങ്ങൾ ഞാൻ അകത്തുണ്ടായിരുന്നു, പക്ഷേ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ജോബി മാത്രം കയറി നോക്കുക. പിന്നെ